സ്നേഹം എന്ന ഒരു വികാരത്തെ പറ്റിയല്ല, സ്നേഹം എന്ന ഒരു ഒരു അനുഭവത്തെ പറ്റി, അല്ലെങ്കിൽ സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു ഫൗണ്ടേഷനെ പറ്റി സംസാരിക്കാനാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം സ്പിരിച്വാലിറ്റിയിൽ ഈ സ്നേഹത്തെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എത്ര മുന്നോട്ട് പോയിട്ടും യാതൊരു അർത്ഥവുമില്ല. കാരണം ഈ സ്നേഹമാണ് പരമമായ സത്യം. ഈ സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടും എത്രയൊക്കെ പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സ്നേഹം? ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒരുപാട് അവരായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തോന്നുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ്, എപ്പോഴും സംസാരിക്കാൻ തോന്നുന്നു, കാണാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു വികാരത്തെ അല്ല ഈ സ്നേഹം എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയിൽ. അപ്പോൾ എന്താണ് സ്നേഹം? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു പക്ഷെ ഞാൻ ഇത്രമാത്രം ഈ സ്നേഹത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മോറൽ എഡ്യൂക്കേഷൻ്റെ ബേസിലാണ്. അത് അന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ആഴത്തിൽ അതിനെ പറ്റിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാലക്രമേണ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 5 years ആയിട്ട് സ്പിരിച്വാലിറ്റിയെ പറ്റി ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ് അന്ന് പഠിച്ച ആ മോറൽ ലെസന്റെ ഒരു വാല്യൂ എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങളൊക്കെ പഠിച്ചു കാണുമായിരിക്കും. കിങ് സോളമൻ രാജാവിൻ്റെ, അതായത് സോളമൻ രാജാവിൻ്റെ ഒരു കഥയുണ്ട്. അതായത് രാജാവിൻ്റെ മുന്നിൽ 2 സ്ത്രീകൾ വന്ന് ഒരു കുഞ്ഞിന് വേണ്ടി തർക്കിക്കുന്ന ഒരു സന്ദർഭം. രണ്ടുപേരും പറയാണ് ഇത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് 2 അമ്മമാരും ഒരേപോലെ വാശിക്ക് നിന്ന് തർക്കിക്കുകയാണ് രാജാവിൻ്റെ മുന്നിൽ. രാജാവ് ആകെ കൺഫ്യൂസ്ഡായി, ഇതിൽ ആരായിരിക്കും ഈ കുട്ടിയുടെ അമ്മ എന്ന്. ഒടുവിൽ രാജാവിന് കഠിനമെങ്കിലും രാജാവിന് എടുക്കേണ്ടി വരുന്ന ഒരു തീരുമാനമുണ്ട്. രാജാവ് പറയുകയാണ്, ഭടന്മാരെ വിളിച്ചിട്ട് പറയാണ്, ഈ കുട്ടിയെ 2ആയി മുറിച്ച് 2 അമ്മമാർക്കും കൊടുക്കും, അവർ കൊണ്ടുപോകട്ടെ, അവരുടെ മകനെ കൊണ്ടുപോകട്ടെ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ ഒരമ്മ ഉടൻ തന്നെ കാൽക്കൽ വീണ് പറയുകയാണ്, രാജാവേ, ഞാൻ നുണ പറഞ്ഞതാണ്, ഇത് എൻ്റെ മകനല്ല, ഇത് ആ സ്ത്രീയുടെ മകൻ തന്നെയാണ്, ആ മകനെ അവർക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്ക് എന്ന് പറയാണ്. പെട്ടെന്ന് അല്പനേരം രാജാവ് ആലോചിച്ച് പിന്നീട് രാജാവ് ഉടൻ തന്നെ ഭടനോട് പറയാണ്, ആ കുഞ്ഞിനെ എടുത്ത് ഈ സ്ത്രീക്ക്, അതായത് കാൽക്കൽ വീണ് കിടക്കുന്ന ആ സ്ത്രീയുടെ കൈകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുകയാണ്. അപ്പോ രാജാവിന് എങ്ങനെയാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ സാധിച്ചത്? അന്ന് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഒരു അങ്ങനെയൊന്നും എന്തായിരിക്കാം എന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞുവല്ലോ, കാലക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സത്യം ഇതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിസിക്കൽ റിലേഷനോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലവോ അതൊന്നും അല്ല അവിടെ. ഇറ്റ്സ് നോട്ട് എക്സ്റ്റേണൽ, അത് ഇന്റേണൽ ആണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അത് ആ ഒരു അമ്മ അവിടെ വിട്ടുകൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ച് ആ അമ്മയുടെ തന്നെ മകനാണ്. പക്ഷെ ആ മകനെ കൊല്ലുന്നത് കാണാൻ ഒരമ്മയ്ക്കും സഹിക്കില്ല. ആ ഒരു അവസ്ഥയിൽ അമ്മ തന്നെ തീരുമാനിക്കുകയാണ്, ആ മകന്റെ സന്തോഷം, ആ മകൻ ജീവനോടെ ഇരിക്കുന്നത് കാണുന്നതാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. വിട്ടുകൊടുക്കുകയാണ്. തനിക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിലും, അല്ലെങ്കിൽ തനിക്ക് വളർത്താനുള്ള ഭാഗ്യം ഇല്ലെങ്കിൽ പോലും ആ മകൻ മറ്റൊരു സ്ത്രീയുടെ കൈകളിൽ സുരക്ഷിതമാണ്, സന്തോഷത്തോടെ ആ മകന് ജീവിക്കാൻ സാധിക്കുമെന്ന ആ ഒരു അറിവ്, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് വെറും ഒരു പാണ്ഡിത്യം
അല്ല അവിടെ ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വേദനയാണ് ആ അമ്മയ്ക്ക് ആ മകനെ വിട്ടുകൊടുക്കാൻ തോന്നിയത്. അതേസമയം മറ്റേ അമ്മ വളരെ സന്തോഷത്തിലായിരുന്നു, എനിക്ക് കിട്ടിയല്ലോ. പക്ഷേ അവർക്ക് ഈ അമ്മയുടെ ഹൃദയത്തിന്റെ വേദന അല്ലെങ്കിൽ ആ ഒരു പെടയില് അറിയാൻ സാധിച്ചില്ല എന്നതാണ്. ഈ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, ഈ ഹൃദയത്തിലൊരു വാള് കയറുന്നു. ഇപ്പോഴും ബൈബിൾ ഒരുപാട് പറയുന്നതാണ്. മദർ മേരിയുടെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ വായിക്കുകയാണെങ്കിൽ ഹൃദയത്തിലൊരു വാള് കുത്തിത്തറയ്ക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എന്താണ് ശരിക്ക് അതൊരു തരം ഒരു പെടയലാണത്, ഹൃദയത്തിൻ്റെ ഒരു പെടയലാണ്. ഒരു താൻ തോറ്റു കൊടുക്കാൻ വേണ്ടി, സ്വയം തോറ്റു കൊടുക്കാൻ തയ്യാറാവും. ജീവിതത്തിൽ ഈ ആത്മീയതയുടെ മറ്റൊരു വലിയ പാഠമാണ് തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റണം. നമുക്ക് എല്ലായിടത്തും നമുക്ക് ജയിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി എല്ലായിടത്തും നമ്മൾ ജയിക്കാൻ ശ്രമിക്കും. എല്ലായിടത്തും നമുക്ക് വിന്നർ ആവണം, എനിക്കെല്ലാം നേടണം. പക്ഷേ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് തോറ്റു കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ തോറ്റു കൊടുക്കണം, എന്നാൽ മാത്രമേ അതൊരു സ്നേഹം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. സ്പിരിച്വാലിറ്റിയിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയ സത്യം ഇതാണ്. നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ അവിടെ നമ്മുടെ ബാക്കി എല്ലാ ഇമോഷൻസും റൈസപ്പ് ആവുകയാണ്. അതായത് നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ, നമ്മളുടെ ദേഷ്യം, ഞാൻ എന്നൊരു ഭാവം, വെറുപ്പ്, അങ്ങനെ പക, അങ്ങനെ മറ്റെല്ലാം അതിന് മേലെ വരികയാണ്. നമുക്ക് ഇതിനെ എല്ലാ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ ശക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് സ്നേഹം എന്ന ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ എന്ത് നമ്മൾ പറഞ്ഞാലും, ഞാൻ എത്രമാത്രം ആത്മീയത പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാലും അതൊക്കെ തോൽവിയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം, ഏറ്റവും വലിയ സത്യം. You should know how to surrender yourself in the name of love. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രം. ഇൻ ദ നെയിം ഓഫ് ലവ് നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റണം, അല്ലാണ്ട് നമ്മൾ തോക്കുകയല്ല. ഇപ്പൊ പരീക്ഷയിൽ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, ആ സുഹൃത്ത് ജയിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഞാൻ തോറ്റു കൊടുക്കുക. അവിടെ സ്നേഹമാണ് അതിൻ്റെ ആധാരം. അതുപോലെ എല്ലാം നേടാൻ വേണ്ടി സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് തോക്കാൻ സാധിക്കും. And this is the most important chapter in spirituality. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇത് ബൈബിളിൽ ഈ സോളമൻ രാജാവിൻ്റെ ഈ ഒരു സ്റ്റോറി വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു സ്റ്റോറി ആണെങ്കിലും ഇറ്റ് ഹാസ് എ വെരി ഡീപ്പർ മീനിങ്. ജീസസിൻ്റെ ഒക്കെ ലൈഫ് സാക്രിഫൈസ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഇന്നർ കോറിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി എല്ലാവർക്കും, ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടവർക്കും. ഇപ്പൊ ജീസസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അത് ഭയങ്കര ക്രിസ്ത്യൻ ബേസ്ഡ് അല്ലേ എന്ന് പറയും. ഒരു ബേസും നോക്കാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് സോളമൻ രാജാവിൻ്റെ ഈ ഒരു സ്റ്റോറി. ശരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ആ പെരുന്നുണച്ചി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നമ്മൾ ബ്രാൻഡ് ചെയ്താൽ പോലും ഷീ ഈസ് എക്സ്പ്രസിങ് ദ റിയൽ ട്രൂ ലവ്. അതിന് പകരം വെക്കാൻ ഒരു സ്നേഹത്തിന് സാധിക്കും. അവിടെ ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് കാണാം. അതിനേക്കാളേറെ സ്വന്തം മകൻ എവിടെയായിരുന്നാലും സന്തോഷമായിട്ടിരിക്കണം, എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യം ഇല്ലെങ്കിൽ പോലും അവിടെ ആ സ്ത്രീ ആ തോൽവി ആക്സെപ്റ്റ് ചെയ്യണം. ആ സ്ത്രീ തോൽക്കുകയാണ് എല്ലാവരുടെ മുമ്പിലും. എല്ലാവരും പരിഹാസപാത്രമാണ്. നുണച്ചി എന്നൊരു പേര് അവർക്ക് കിട്ടുകയാണ്, ഒരു ചീത്തപ്പേര് അവരുടെ മുകളിൽ വീഴുകയാണ്. എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ, സ്നേഹത്തിന്റെ പേരിൽ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ ആ സ്ത്രീ തയ്യാറാവുകയാണ്. And this is the real sense of love. ഇത് മനസ്സിലാകാതെ നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അതൊക്കെ അവസാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ എല്ലാ തര വികാരങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തന്നെയാണ്. എക്സെപ്റ്റ് ലവ്, അതാണ് അതിൻ്റെ ഒരു ആഴത്തിലുള്ള ഒരർത്ഥം